ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ട്രിപ്പിൾ എയ്റ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാറോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത്, നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്ട് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഞാൻ ഇന്ന് നോക്കുന്നത് ഈ രാത്രി നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ മിന്നിമറയുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് എന്നാണ് നോക്കുന്നത്. നമുക്ക് നോക്കിയാലോ, റീഡിങ്ങിലേക്ക് പോകാം. Six of Pentacles, Knight of Swords, Five of Pentacles, Knight of Wands, King of Wands, Knight of Cups, Page of Pentacles, Five of Cups, Nine of Pentacles, Hierophant, Ace of Pentacles, Death, Three of Wands. അപ്പോൾ ഫസ്റ്റ് കാർഡ് സിക്സ് ഓഫ് പെൻഡിക്കൽ ആണ്. ഫസ്റ്റ് കാർഡ് സിക്സ് ഓഫ് പെൻഡിക്കൽ. തേർഡ് പാർട്ടി സിക്സ് ഓഫ് പെൻഡിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ന്യായം ചെയ്തില്ല നിങ്ങളോട് എന്ന് ആണ് രാത്രി തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ കേട്ടോ. ഒരു ന്യായവും കൊടുത്തില്ല. എല്ലാം തേർഡ് പാർട്ടിക്കാണ് എല്ലാം ചെയ്തു കൊടുത്തത്. അപ്പം എൻ്റെ വ്യക്തിയെ ഞാൻ ന്യായമായിട്ടൊന്നും ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ആ വ്യക്തിയുടെ മനസ്സിൽ കേട്ടോ. നല്ലൊരു ബാലൻസ് ആയിട്ട് പോകണം, എല്ലാ സ്നേഹവും കൊടുക്കണം. ഞാൻ എൻ്റെ വ്യക്തിക്ക് ഒരു ന്യായമായ സ്നേഹം കൊടുത്തില്ല, കരുതൽ കൊടുത്തില്ല, ഒരു ട്രീറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് ആ വ്യക്തി ഈ രാത്രിയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കേട്ടോ. ഒരുപാട് പല കാര്യങ്ങളും സ്വസ്ഥമായി ഇരുന്ന് നിങ്ങൾ സംസാരിക്കണം, പറയാനുണ്ട്, സ്നേഹം തരാനുണ്ട്, എല്ലാം ഒരു ബാലൻസ് ആയിട്ട് പോകണം. ഒരുപാട് നല്ല സ്നേഹം തരണം എന്നൊക്കെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഇങ്ങനെ ഈ രാത്രിയിൽ ആ വ്യക്തി ചിന്തിക്കുകയാണ്. ഞാൻ ഒന്നും കൊടുത്തില്ല, ഒന്നും വിചാരിച്ച് ഒരു സ്നേഹമോ സമയമോ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ആ വ്യക്തി രാത്രി ചിന്തിക്കുന്നത്. മാനസികമായിട്ട് ബാലൻസ് ആയിട്ട് രണ്ടുപേരും ഒരേ മനസ്സോടെ മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ. എല്ലാം കൊടുത്തതെല്ലാം തേർഡ് പാർട്ടിക്കാണ്. എൻ്റെ വ്യക്തിക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു നല്ല ദുഃഖമുണ്ട് ആ വ്യക്തിക്ക്. നെക്സ്റ്റ് നൈറ്റ് ഓഫ് സോഡാണ്. സ്പീഡിൽ ഇനിയുള്ള കാര്യങ്ങൾ സ്പീഡിൽ ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഇനി ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കാൻ പാടില്ല, എല്ലാം സ്പീഡിൽ ചെയ്യണം എന്നാണ് നൈറ്റ് സോഡിൽ ആ വ്യക്തി ഈ രാത്രി ചിന്തിക്കുന്നത്. സ്നേഹമോ പരിഗണനയോ ഒരു സമയമോ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയെങ്കിലും സ്പീഡിൽ എല്ലാം ആക്ഷൻ എടുത്ത് എല്ലാം ചെയ്യണം എന്ന് നൈറ്റ് സോഡിൽ ആ വ്യക്തി ചിന്തിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും വേഗം നിർവഹിക്കണം. ഒരു നിങ്ങൾക്കുള്ള മാനസികമായിട്ടൊരു സന്തോഷം തരണം, നിങ്ങളിലേക്ക് സ്പീഡിൽ വരണം എന്നെ ഇനി ആലോചിച്ച് നിന്ന് സമയം കളയാൻ പാടില്ല എന്നൊക്കെയാണ്. ആലോചിക്കാതെ എന്തൊക്കെ തീരുമാനം എടുത്തുപോയി, അതാണ് എടുത്ത തീരുമാനങ്ങളെല്ലാം വളരെ മിസ്റ്റേക്ക് ആയിപ്പോയി എന്നാണ് ആ വ്യക്തിക്ക് ദുഃഖിക്കുകയാണ് നൈറ്റ് സോഡിൽ ആ വ്യക്തി.
തേർഡ് പാർട്ടീൻ്റെ എന്തെല്ലോ ബ്ലാക്ക് മാജിക് എല്ലാം കാരണം നമ്മൾ തമ്മിൽ എന്ത് സംസാരിക്കാൻ വന്നാലും പ്രശ്നത്തിലേക്കാണ് കലാശിക്കുന്നത്. അതൊക്കെയാണ് ആ വ്യക്തി രാത്രിയിൽ പല സംസാരിക്കാനും നല്ല ഇതിലൊരു സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കണം എന്ന് വെച്ച് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നത്തിലേക്ക് ആണ് എപ്പോഴും അത് അവസാനിക്കുന്നത് പ്രശ്നത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ദുഃഖമാണ്, വളരെ ദുഃഖം. നല്ലത് പറയാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമായിട്ട് തിരിച്ചു വരുന്നൊരവസ്ഥയാണ്. അതൊക്കെ ആ വ്യക്തി നിങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നത്തെ പറ്റിയെല്ലാം ആ വ്യക്തി ചിന്തിക്കുകയാണ് മനസ്സിൽ. നെക്സ്റ്റ് 5 ഓഫ് പെൻഡിക്കലാണ്. ഒരു ഫിനാൻഷ്യൽ ലോസ് എല്ലാം സംഭവിച്ചിട്ടുണ്ട് ആ വ്യക്തിക്ക്. ഒരു ഡിഫിക്കൽട്ടിയായ ഒരു പ്രശ്നത്തിലൂടെയെല്ലാം കടന്നു പോകുന്നുണ്ട് മാനസികമായി. അതെല്ലാം ഓർത്ത് ആ വ്യക്തി ഈ രാത്രിയിൽ ദുഃഖിക്കുന്നുണ്ട്. എനിക്ക് ഫിനാൻഷ്യൽ ലോസ്, ഒരുപാട് പൈസേൻ്റെ ആവശ്യമുണ്ട് ആ വ്യക്തിക്ക്, പക്ഷെ അതൊന്നും വിചാരിച്ചത്ര ഇല്ല. അപ്പോൾ അതിൻ്റെ ടെൻഷനുണ്ട്, ഒരു ഹെൽത്ത് പ്രോബ്ലം എല്ലാം മാനസികമായി തകർന്നൊരവസ്ഥയിൽ ഉറക്കമില്ലാണ്ട് വരുമ്പോൾ ശരീരത്തിനും എല്ലാം ഒരു അസ്വസ്ഥതയും പെയിനും എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു വിഷമഘട്ടത്തിലൂടെയാണ് ആ വ്യക്തി ഇപ്പം. അതും നിങ്ങളൊന്നും അറിയുന്നില്ല. ആ വ്യക്തി ഇത്രയും വിഷമത്തിലൂടെയാണ് പോകുന്നതൊന്നും നിങ്ങൾക്ക് അറിയുന്നില്ല. അതിൻ്റെ കൂടെ നിങ്ങളെന്ന വ്യക്തിയുടെ നഷ്ടം താങ്ങാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. അതാണ് ഇതിനെല്ലാം മെയിൻ. രണ്ടുപേരും ഒന്നു ചേരുമ്പോൾ വലിയ സക്സസ് വരുന്നത് എന്താ? മാനസികമായി സന്തോഷം വരും. സന്തോഷം വരുമ്പോൾ തന്നെ നമുക്ക് വരുന്നതെല്ലാം സന്തോഷങ്ങളായിരിക്കും. നമ്മൾ ചെയ്യുന്നതും സക്സസ് ആവും. ഇത് മാനസികമായി നിങ്ങൾ നഷ്ടമായ എന്ന ആ ഒരു ഫീലിങ്സോടും കൂടി എന്തിനു പോയി ചെയ്താലും അത് നഷ്ടത്തിലേക്കാണ് വരുന്നത്. നിങ്ങളെന്ന നഷ്ടം ആ വ്യക്തിക്ക് താങ്ങാൻ കഴിയുന്നില്ല. വളരെ നിരാശ. നിങ്ങളെ ആ സമയത്ത് നിസ്സാരമായിട്ടാണ് ആ വ്യക്തി കണ്ടുപോയത്. അതാണ് നഷ്ടപ്പെടുമോ, നഷ്ടമായി പോയി എന്ന് തന്നെയാണ് ആ വ്യക്തി 5 ഓഫ് പെൻഡിക്കലിൽ ആ വ്യക്തി ചിന്തിക്കുന്നത്. ഇത്രയും നിങ്ങളും അവിടെ വേദന അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് ഒരു വാല്യൂം തരാൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്കൊരു സ്നേഹം തരാൻ കഴിഞ്ഞിട്ടില്ല. അതെല്ലാം ഓർത്ത് 5 പെൻഡിക്കലിൽ ആ വ്യക്തി മാനസികമായി തകർന്നൊരവസ്ഥയാണ്, വിഷമിക്കുകയാണ്. ആ വ്യക്തിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട്. ആ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ കൂടെ ഈ വിഷമവും തുടരെ അങ്ങനത്തെ വിഷമങ്ങൾ ആ വ്യക്തിക്ക് ഇപ്പം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം, അങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ് ആ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പം അതും മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത് 5 ഓഫ് പെൻഡിക്കലിൽ. നെക്സ്റ്റ് നൈറ്റ് ഓഫ് വൺസ് ആണ്. ഇഷ്ടം, നിങ്ങളെ ഓർക്കുമ്പം വലിയ ഇഷ്ടം. ഈ രാത്രിയിൽ ആ വ്യക്തിക്ക് നിങ്ങളെ ഓർക്കുമ്പം നൈറ്റ് വൺസിൽ ഇഷ്ടം. ഒരു കമ്മിറ്റ് തന്നാൽ പിന്നെ ആ വ്യക്തി വിട്ടു പോവില്ല. അത്രയും അഭിമാനത്തോടു കൂടെയാണ് ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നത് കേട്ടോ. എൻ്റെ വ്യക്തി ഒരു വാക്ക് തന്നാൽ പിന്നെ വിട്ടുപോവില്ല എന്നാണ് ആ വ്യക്തി അഭിമാനത്തോടു കൂടെ നിങ്ങളെ ഓർക്കുന്നത്. തിരിച്ചെന്തായാലും വരും, പ്രോമിസ് തരുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഒത്തിരിയും ശക്തമായൊരു ഊർജത്തോടു കൂടി ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു. നൈറ്റ് വൺസിൻ്റെ എനർജി ആ വ്യക്തി നിങ്ങളിലേക്ക് വരികയാണ്. വ്യക്തി ഒരു വികാരവും ഉള്ളിൽ ഒതുക്കി നിൽക്കുക, എന്നൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. അതിൻ്റെ ദുഃഖം അത്രയും ഫേഷനേറ്റ് ആയിട്ടാണ് ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നത്. നെക്സ്റ്റ് കിങ് ഓഫ് വൺസ് ആണ്. നിങ്ങളെ തന്നെ നോക്കിയിരിക്കുകയാണ്. ദൂരങ്ങളിൽ നോക്കിയിട്ട് നിങ്ങളുമായിട്ട് കഴിഞ്ഞ ആ ഓർമ്മകളിൽ ആ വ്യക്തി സ്റ്റക്കാണ്. ഒരു കിങ് എനർജിയിലേക്കാണ് ആ വ്യക്തിയുടെ എനർജി ഇപ്പോൾ ഉള്ളത്. എല്ലാം നേടി ഒരു കിങ്ങിനെ പോലെ ഫുൾ എനർജിയോടുകൂടി പൂർണ്ണസ്ഥിതിയിൽ എത്തിക്കണം. പണ്ട് കഴിഞ്ഞ നമ്മളെ ആ ഒരു സ്നേഹവും എല്ലാം തിരിച്ചു പിടിക്കണം. അപ്പം ആ വ്യക്തിയുടെ ഫിനാൻഷ്യൽ ലോസ് എല്ലാം കുറച്ച് മാറാൻ പോകുന്നുണ്ട്. ഗ്രോത്ത് എല്ലാം കുറച്ച് വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പം ആ വ്യക്തിക്ക് എന്തോ ഒരു നല്ല ജോലിയെല്ലാം കിട്ടിയിട്ടുണ്ടാകും വീണ്ടും.
നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്നാണ് ഒരു ദൃഢനിശ്ചയത്തോടു കൂടെ ആ വ്യക്തി ചിന്തിക്കുകയാണ്. നൈറ്റ് കിങ് ഓഫ് വൺസിൽ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ആ വ്യക്തി ഇപ്പം മനസ്സിലാക്കുകയാണ്. ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് നിങ്ങളുമായിട്ട് ഉണ്ടാക്കണം. അത്രയും അട്രാക്ഷൻ തോന്നുക നിങ്ങളെ ആ വ്യക്തിക്ക്. എൻ്റെ വ്യക്തി എത്ര നല്ല വ്യക്തിയായിരുന്നു, ഞാൻ ഒരു പരിഗണനയും കൊടുത്തില്ല നല്ല ദുഃഖത്തിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത് കേട്ടോ. കിങ് ഓഫ് വൺസിൽ അത്രയും ദുഃഖം, വളരെ പ്രതീക്ഷയുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള കഴിഞ്ഞ ആ നല്ല നിമിഷം മാനിഫെസ്റ്റ് ചെയ്യാണ്. നിങ്ങളെ ഓർക്കുമ്പോഴാണ് വല്ലാത്തൊരു അഭിനിവേശത്തിലാണ് ആ വ്യക്തി തോന്നുന്നത്. എൻ്റെ ഈ ഭൂമിയിലുള്ള യഥാർത്ഥ ലവ് നീയാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത്. സ്നേഹം ഹൈഡ് ചെയ്തിരുന്നു, അത് ആ വ്യക്തിയുടെ സ്വഭാവമാണ്, ഹൈഡ് ചെയ്യുന്ന സ്വഭാവം. ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ എല്ലാം പറയും, പിന്നെ അവിടെ എത്തുമ്പോൾ വീണ്ടും ഹൈഡിങ്ങിലേക്ക്. ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു വേണോ വേണ്ടിയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പം നിങ്ങളെ എങ്ങനെ തിരിച്ചെടുക്കണം, അതാണ് ആ വ്യക്തിക്ക് വേണ്ടത്. ഈ രാത്രി നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ മിന്നിമറയുന്ന ചിന്തകളാണ് ഇതൊക്കെ. ഒരു ന്യൂ ബിഗിനിങ് കൊതിക്കുന്നു ആ വ്യക്തി. ഓടി വരാനോ നിങ്ങളിലേക്കൊന്ന് ഈ രാത്രി തന്നെ ഒന്ന് ഓടി വന്നാലോ എന്നല്ലാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ഇത്രയും ന്യൂ ബിഗിനിങ് കൊതിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നാൽ മതി എന്നാണ്. തേർഡ് പാർട്ടിയിൽ നിന്ന് ആ ഇരുട്ടിൽ നിന്നും നിങ്ങളെന്ന വെളിച്ചത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അതിയായി ആഗ്രഹിക്കുന്ന ആ വ്യക്തി. എൻ്റെ വ്യക്തിക്ക് ഞാൻ വേദന മാത്രമേ കൊടുക്കാൻ പറ്റിയുള്ളൂ എന്നൊക്കെ ഈ രാത്രി ആ വ്യക്തിയുടെ മനസ്സിൽ മിന്നിമറയുന്ന ചിന്തകളാണ് അതൊക്കെ. നല്ലൊരു സ്നേഹമോ പരിഗണനയോ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാം വേദനയും പിന്നെ കുറ്റപ്പെടുത്തലും അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റിയുള്ളൂ എന്നൊക്കെ ഓർത്ത് ആ വ്യക്തി വളരെ ദുഃഖിക്കുകയാണ്. നിങ്ങളുടെ ഓർമ്മകൾ അവരെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നുണ്ട്. ഹേർട്ടാവുന്നു, അവരെ മനസ്സെല്ലാം ഹേർട്ടാവുന്നു. നിങ്ങളെ ഇന്ന് തിരിച്ചൊന്ന് പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കിങ് ഓഫ് വൺസ്. അത്രയും വെമ്പുന്ന മനസ്സുമായിട്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി ഡിവൈൻ ടൈമിൽ നമ്മൾ ഒന്നു ചേരുക തന്നെ ചെയ്യും എന്ന് തന്നെ ആ വ്യക്തി ദൃഢനിശ്ചയം എടുക്കുകയാണ് കിങ് ഓഫ് വൺസിൽ. ആ വ്യക്തി പറയുന്നത് എൻ്റെ മനസ്സിന്റെ ആഴത്തിൽ, രാത്രി ആ വ്യക്തി പറയുന്നത് എൻ്റെ മനസ്സിന്റെ ആഴത്തിൽ പതിഞ്ഞു പോയ ഒരു മുഖം നിന്റെ മാത്രമാണ് എന്നാണ് ആ വ്യക്തി ഈ രാത്രി ആ വ്യക്തിയുടെ മനസ്സിൽ മിന്നിമറയുന്ന ചിന്തകളിൽ ആ വ്യക്തി പറയുന്നതാണ്. എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ആഴത്തിലുള്ള മുഖം നിന്റെ മാത്രമാണെന്നാണ് ആ വ്യക്തി പറയുന്നത്. ആ വ്യക്തി നിങ്ങളറിയാതെ നിങ്ങളെ വന്ന് കാണാനെല്ലാം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ വ്യക്തി ഈ രാത്രിയിൽ ആരും കാണാതെ കരയുന്നെല്ലാം ഉണ്ട്. നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് പരിഗണന തന്നില്ല, നിങ്ങൾക്ക് ഒരു വാല്യൂ തന്നില്ല, നിങ്ങൾക്ക് ഒന്നും ആ വ്യക്തിൻ്റെ സിറ്റുവേഷൻ കാരണം ഒന്നും തരാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. അപ്പം ആ വ്യക്തിക്ക് ഒരുപാടൊന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നു ഈ രാത്രിയിൽ. എന്താ പറയുന്നത്, ആ വ്യക്തി പറയുന്നത് ചില രാത്രികളിൽ ഞാൻ നിന്നെ ഓർത്ത് കരയാറുണ്ട്. ഇപ്പൊ തന്നെ ഈ രാത്രിയിലും ആ വ്യക്തിക്ക് നിങ്ങൾ ഓർക്കുമ്പോൾ കരച്ചിൽ വരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് നിങ്ങൾ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം. എങ്കിലും ഇങ്ങനെയൊരു വ്യക്തിയെ എൻ്റെ ലൈഫിൽ കിട്ടിയതിൽ ആ വ്യക്തിക്ക് അഭിമാനമാണ്, എൻ്റെ ഭാഗ്യമാണെന്നെല്ലാം ആ വ്യക്തിയുടെ മനസ്സിൽ മിന്നി പറയുന്നുണ്ട് കേട്ടോ. നല്ല മെമ്മറി മാത്രമേ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ളൂ. അപ്പം നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത മെമ്മറി എല്ലാം ഗുഡാണ്, നല്ല മെമ്മറികളാണ്. ഞാൻ അങ്ങോട്ടാണ് വേദന മാത്രം തന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് കരയാനാണ് വിധി എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഇങ്ങോട്ട് എനിക്ക് നല്ലത് മാത്രമേ തന്നിട്ടുള്ളൂ എൻ്റെ വ്യക്തി. അപ്പം ആ വ്യക്തി പറയുന്നത് അധികകാലം നമുക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, നമ്മൾ യൂണിവേഴ്സിൻ്റെ കപ്പിൾസാണ്. അപ്പം നമ്മളെ അധികകാലം ഇരുത്തിക്കില്ല യൂണിവേഴ്സ് എന്ന ആ വ്യക്തി കുറച്ച് വിശ്വസിക്കുന്ന എൻ്റെ ഓക്സിജനാണ്. ഒരുപാട് സ്നേഹമാണ് അവർക്ക് നിങ്ങളോട് തോന്നുന്നത് കേട്ടോ. അത്രത്തോളം ആഴത്തിലാണ് ആ വ്യക്തി ഈ രാത്രി നിങ്ങളെ ഓർക്കുന്നത്.
ഈ രാത്രി തന്നെ ഓടി വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആ വ്യക്തി ഓർക്കുകയാണ്. ആ വ്യക്തി പറയുന്നത് എൻ്റെ വ്യക്തി എനിക്ക് മാത്രമുള്ളതാണെന്നാണ് ആ വ്യക്തിയുടെ മനസ്സിൽ മിന്നി മറയുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ. എനിക്ക് മാത്രമുള്ളതാണ് എൻ്റെ വ്യക്തി എന്നാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ചിന്തിക്കുന്നത്. എൻ്റെ വ്യക്തി മറ്റാർക്കുള്ളതല്ല, എനിക്ക് മാത്രം ഉള്ളതാണെന്നുള്ള ആ വ്യക്തിക്ക് അത്രയും ഗുഡ് ഓർമ്മകളാണ് നിങ്ങളെക്കുറിച്ചിട്ട്. നെക്സ്റ്റ് 9 ഓഫ് കപ്പാണ്. 9 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം നേടിയ സന്തോഷം. നിങ്ങളെ ഓർക്കുമ്പോൾ ആ വ്യക്തിക്ക് അത്ര സന്തോഷമാണ്. എൻ്റെ വ്യക്തി എനിക്ക് തന്നിട്ടുള്ളതെല്ലാം ഗുഡ് ഓർമ്മകളും ഗുഡ് സ്നേഹമാണ് എന്നുള്ളതിൻ്റെ ഒരു അഭിമാനത്തോടെ സന്തോഷം വരുന്നുണ്ട്. ആ കരഞ്ഞ വൺസിൽ ആ വ്യക്തി നിങ്ങളെ ഓർത്ത് കരഞ്ഞെങ്കിൽ 9 കപ്പിൽ ആ വ്യക്തി നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുകയാണ്. വളരെ അഭിമാനം, വളരെ സ്നേഹം തോന്നുന്നു, മിസ് ചെയ്യുന്നു, ഒരു കോൺഫിഡൻ്റ് എല്ലാം വരുന്നുണ്ട്. ഒരിക്കലും പിരിയാൻ പറ്റാത്ത ബന്ധമാണ് 9 ഓഫ് കപ്പിൽ ആ വ്യക്തി ഉറപ്പിച്ച് പറയാണ്. അത്രയ്ക്ക് ആഗ്രഹമാണ്, സന്തോഷം. പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് ചിന്തിച്ച് സന്തോഷിക്കുന്നതാണ് 9 ഓഫ് കപ്പിൽ. അപ്പൊ നിങ്ങൾ അവിടെ എന്നെ ഓർക്കുന്നുണ്ടാവൂലേ എന്നും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടാവോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അതാണ് നിങ്ങളെ ഓർക്കുമ്പോൾ ആ വ്യക്തിക്ക് നല്ല സന്തോഷവും വരുന്നു, നിങ്ങളെ ഡൗട്ടും വരുന്നു, എല്ലാം വരുന്നുണ്ട്. പേജ് പെൻറ്റിക്കൽ. നെക്സ്റ്റ് ഫോക്കസ്. നിങ്ങൾ തന്നെ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ആ വ്യക്തി ഒരുങ്ങി നിൽക്കുകയാണ്. ലോക്കാക്കി വെക്കണം ഈ റിലേഷൻഷിപ്പ് എന്നൊക്കെയാണ് ആ വ്യക്തിയുടെ ഈ രാത്രിയിൽ നിങ്ങളെക്കുറിച്ച് മിന്നി മറയുന്ന ചിന്തകൾ കേട്ടോ. എന്തായാലും ഒരു ലോക്കാക്കി വെക്കണം. ഇനി എനിക്ക് ഇങ്ങനത്തെ ടെൻഷൻ അനുഭവിക്കാൻ കഴിയല്ല. നിങ്ങളെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കാണ്. നിങ്ങളെ അത്രയും പൊസസീവാണ്. നിങ്ങളെ കൈവെള്ളയിൽ അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കാണ്. ആർക്കും കൊടുക്കില്ല, ഇത് എൻ്റെത് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചേക്കാണ്. 2 കൈവെള്ളക്കുള്ളിലും പിടിച്ചേക്കാണ്. ബെഞ്ചിമെൻറ്റിക്കൽ ഇത്രയും ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കുവാണ്. ഇവർക്ക് നിങ്ങളെ മാത്രമാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നഷ്ടപ്പെടാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിങ്ങളെ നഷ്ടപ്പെടാൻ ആ വ്യക്തി ഒരിക്കൽ പോലും സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അത്രയും പൊസസീവാണ്, അത്രയും സെൽഫിഷാണ്. എൻ്റെ വ്യക്തി എൻ്റെത് മാത്രമാണ് എന്നുള്ള പൊസസീവാണ്. അടുത്തത് 5 ഓഫ് കപ്പാണ്. നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതാണ് 5 ഓഫ് കപ്പ് കേട്ടോ. എന്തിനെ ഞാൻ നഷ്ടപ്പെടുത്തി, നമ്മുടെ ഇത്രയും വിലപിടിച്ച സമയം വെറുതെ കളയുകയാണ്, നഷ്ടപ്പെടുത്തി ഓർത്ത് ദുഃഖിക്കണം. ദുഃഖത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്നതാണ് 5 ഓഫ് കപ്പ്. നിങ്ങളില്ലാതെ നിൽക്കുന്ന ആ നിമിഷം ആ വ്യക്തി അതൊക്കെ ഓർത്ത് ഭയങ്കര ദുഃഖത്തിൽ തനിച്ചിരിക്കാൻ ഇഷ്ടപ്പെട്ടിട്ട് തനിച്ചായിട്ട് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിനെയാണ് 5 ഓഫ് കപ്പിൽ കാണുന്നത് കേട്ടോ. ഒരു സന്തോഷവും തോന്നുന്നില്ല. നിങ്ങൾ കഴിഞ്ഞു പോയ ആ നിങ്ങളെ കുറിച്ചുള്ള മെമ്മറി ഓർക്കുമ്പോൾ വളരെ ദുഃഖം. നിങ്ങൾക്കൊരു വാല്യൂ തന്നില്ല എന്നൊക്കെ ഓർത്തിട്ട് ദുഃഖിക്കാണ്. ഇമോഷണലി വീക്കാണ് 5 ഓഫ് കപ്പിൽ കേട്ടോ. നിങ്ങളുടെ വ്യക്തി രാത്രി നിങ്ങൾക്കൊരു വാല്യൂ തന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് 5 ഓഫ് കപ്പിൽ വളരെ ദുഃഖത്തിലാണ്. നെക്സ്റ്റ് 9 ഓഫ് പെൻറ്റിക്കലാണ്. ഇൻഡിപെൻഡൻ്റ് ആവണം, എല്ലാം ഒരു നേടിയെടുക്കണം. എൻ്റെ വ്യക്തിക്ക് വേണ്ടി ഇതൊന്നും പോരാ, ഇത് കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നല്ലൊരു ജോലി, ഇതിലും കൂടുതൽ നല്ല മുന്നോട്ട് പോകണം. സോൾമേറ്റാണ്, എൻ്റെ സോൾമേറ്റാണ്, വിശ്വസ്തയോടുള്ള നിങ്ങളിലേക്ക് വരുന്നു. ഒരിക്കലും വേദനിപ്പിക്കണം എൻ്റെ വ്യക്തിനെ 9 ഓഫ് പെൻറ്റിക്കൽ ആ വ്യക്തി പറയുകയാണ്. നല്ല സ്റ്റേബിളായിട്ട് നല്ലൊരു ലൈഫ് കൊടുക്കണം എൻ്റെ വ്യക്തിക്ക്. എല്ലാവരുടെ മുന്നിലും എൻ്റെ വ്യക്തിനെ തല ഉയർത്തിയിട്ട് കൊണ്ടുപോകണം. അത്രയും അവർ അംഗീകരിക്കുന്ന പദവിയിൽ എത്തിച്ചേരണം എന്നൊക്കെ ആ വ്യക്തി 9 ഓഫ് പെൻറ്റിക്കലിൽ ആ വ്യക്തിക്ക് അതിന്
സ്റ്റേബിളായ ഒരു നല്ലൊരു ജോലി ആ വ്യക്തിക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഒരു മുന്നോട്ടേക്കൊരു നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് തരണം, അതിനെല്ലാം ഉള്ള ഒരു മനസ്സ് ആ വ്യക്തിക്ക് ഇപ്പം വരുന്നുണ്ട്. നല്ലൊരു ജോലി തന്നെയാണ് ആ വ്യക്തിക്ക് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഫിനാൻഷ്യൽ നല്ല എത്ര ജോലി എടുത്താലും മതിയാവുന്നില്ല. നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് തരണമെന്ന് വിചാരിക്കുമ്പം ആ വ്യക്തി വീണ്ടും വീണ്ടും ജോലിക്കെല്ലാം പോവാണ്. നെക്സ്റ്റ് കാർഡ് ഹൈറോഫൻ്റാണ്. പാരമ്പര്യമായിട്ടും എല്ലാം വ്യക്തി ഒന്നിക്കൽ ടീച്ചറോ മറ്റുള്ളവർക്ക് ഒരു അറിവെല്ലാം പകർന്നു കൊടുക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. സ്പിരിച്വലായിട്ട് നല്ല ഇപ്പം സ്പിരിച്വലായിട്ട് യൂണിവേഴ്സുമായിട്ട് നല്ല ദൈവവിശ്വാസവും സ്പിരിച്വലാണ് ആ വ്യക്തി. നിങ്ങളുമായിട്ടുള്ള ഒരു ആത്മബന്ധം എന്ന് പറഞ്ഞാൽ അത്ര സോൾ ടു സോൾ ബന്ധമാണ്, പഴക്കം ചെന്നൊരു ബന്ധമാണ് നിങ്ങൾ തമ്മിൽ. നിങ്ങളുടെ കാർമികായ എല്ലാ ഇതും അവസാനിക്കാൻ പോകുന്നെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള ആ ബന്ധത്തിൽ നല്ല ഗ്രോത്ത് വരുന്നു. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കാർമികായ സിറ്റുവേഷനെല്ലാം അവസാനിച്ച് നല്ല ഗ്രോത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഏസ് ഓഫ് പെന്റിക്കൽ നെക്സ്റ്റ്. ഒരു നല്ല ഏസ് ഓഫ് പെന്റിക്കൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു ജോലിയും കിട്ടി ആ വ്യക്തിക്ക് നല്ല നല്ല പല അബണ്ടൻസും എല്ലാം ആ വ്യക്തിയിലേക്ക് ഒഴുകി വരുന്നൊരു സമയമാണ് ഇനിയിപ്പം. ഇനിയുള്ള എല്ലാ ഇതും അവസാനിച്ചിട്ട് പുതിയൊരു ന്യൂ ബിഗിനിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നല്ലൊരു ഗിഫ്റ്റ് എല്ലാം വാങ്ങി വന്ന് നിങ്ങളെ ഞെട്ടിക്കണം, നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് തരണം, അത്രയും നിങ്ങളെ സന്തോഷിപ്പിക്കണം. അത്രയും വേഗം വന്ന് എല്ലാം എൻ്റെ അബണ്ടൻസും എല്ലാം ഇത് കിട്ടിയപ്പം അത് നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിത്തരണം, നിങ്ങളെ ഞെട്ടിക്കണം എന്നാണ്. ഏസ് ഓഫ് പെന്റിക്കൽ ആ വ്യക്തിക്ക് നല്ല ഗ്രോത്തിലേക്കാണ് ആ വ്യക്തി ഇപ്പം പോകുന്നത്. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് തന്നെ ആ വ്യക്തിയിലേക്ക് ചൊരിയാണ്. എല്ലാം ആ വ്യക്തി കണ്ട സ്വപ്നങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിത്തരണം. നെക്സ്റ്റ് കാർഡ് ഡെത്താണ്. ഇതുവരെ ഉണ്ടായ എല്ലാ കാർമിക്കും അവസാനിച്ചിട്ട് പുതിയൊരു ലൈഫിലേക്ക് നിങ്ങളെയും കൊണ്ട് ആ വ്യക്തിക്ക് ഈ ലോകം തേച്ചും നിങ്ങളെയും കൊണ്ട് ചുറ്റി അടിച്ച് ജീവിക്കണം എന്നാണ് ആ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത്. അത്രയും സന്തോഷത്തോടു കൂടിയുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് തരണം. എൻ്റെ വ്യക്തിനെ ഇതുവരെയും ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി എൻ്റെ വ്യക്തിനെ വേദനിപ്പിക്കാൻ ഇട്ട് കൊടുക്കാൻ പാടില്ല. അത്രയും സന്തോഷത്തോടു കൂടിയുള്ളൊരു ഹാപ്പി ഫാമിലി ആണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമൊത്തിട്ട്. ആ വ്യക്തി പറയുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ താക്കോൽ നിന്റെ കൈകളിലാണ്. അത് അവിടെ എൻ്റെ ഹൃദയത്തിൽ ഒരു ചെയർ ഇട്ടിട്ടുണ്ട്. ആ ചെയർ മറ്റൊരാൾക്ക് കൊടുക്കില്ല എന്ന് ആ വ്യക്തി ഉറപ്പ് തരിക നിങ്ങൾക്ക്. ആ ചെയറിൽ ഞാൻ മറ്റൊരാൾ ഇരിക്കാൻ വിടില്ല എന്നാണ് പറയുന്നത്. അത്രയും എൻ്റെ ഹൃദയമിടിപ്പ് തന്നെയാണ്. അത്രയും ഇതുവരെ നിങ്ങൾക്ക് തരാതെ പോയ ആ ഒരു സ്നേഹം മൊത്തം തരണം. നിങ്ങളെ ഞെട്ടിക്കണം. സ്നേഹം തന്നിട്ടും ഗിഫ്റ്റ് തന്നിട്ടും നിങ്ങൾക്ക് നല്ല ലൈഫ് തന്നിട്ടും ഞെട്ടിക്കണം. ഇതുവരെയും ചെയ്തതെല്ലാം അബദ്ധങ്ങളായിപ്പോയി. എല്ലാ അബദ്ധങ്ങളായിരുന്നു. ആ വ്യക്തി ചെയ്യുന്നത് മൊത്തം അബദ്ധമായിരുന്നു ഇതുവരെ. അത്രയും ആ വ്യക്തി ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങളെ താലോലിക്കുന്ന ഒരു വ്യക്തിനെ അവിടെ കാണുന്നത്. ഈ രാത്രിയിൽ ആ വ്യക്തിന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ കാണും പോലെ ആ വ്യക്തി നിങ്ങളെ ഓർത്ത് ഓരോ സ്വപ്നങ്ങൾ അങ്ങനെ മിന്നി മറയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച്. അപ്പം നിങ്ങൾ അതിനെല്ലാം റെഡി ആയിരുന്നോളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി അത്രയും ഹാപ്പിയില് വരികയാണ് നിങ്ങളിലേക്ക്. നിങ്ങൾക്ക് ഇതുവരെ തരാത്ത എല്ലാ സ്നേഹവും തരണം. അതിനു വേണ്ടി ആ വ്യക്തി ഒരുങ്ങി വരികയാണ്. അപ്പോൾ റെഡി ആയിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ കാർമികായ എല്ലാ സിറ്റുവേഷനും അവസാനിച്ച് ഇനി ഒരു പുതിയ ലൈഫിലേക്കാണ് പോകുന്നത്. റെഡി ആയിരിക്കാനാണ് പറയുന്നത്. പോസിറ്റീവ് എനർജിയോട് കൂടി ഇരിക്കാൻ. ക്ലാരിഫിക്കേഷൻ നോക്കട്ടെ. King of Wands.
ആ വ്യക്തി സ്ട്രോങ് ആയിട്ട് നിങ്ങളെന്ന ആ ഒറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രം ആ വ്യക്തിയുടെ ചിന്ത, ആ വ്യക്തി പിടിച്ചിരിക്കുന്നതും നിങ്ങളെന്ന ഒറ്റൊരു വ്യക്തിയിലേക്കാണ് ആ വ്യക്തി പിടിച്ചിരിക്കുന്നത്. മറ്റൊരു ലക്ഷ്യമില്ല, ഇനി എൻ്റെ വ്യക്തിയിലേക്ക് എത്തിച്ചേരണം ശക്തമായിട്ട്. എല്ലാ സക്സസ്സും നേടി ആ വ്യക്തി നിങ്ങളെയും വിവാഹം കഴിച്ച് വരുന്നൊരു പിക്ചറാണിത്. എല്ലാ സക്സസ്സും ആ വ്യക്തിയിൽ ഇപ്പം അബണ്ടൻസ് വരുന്ന, ആ വ്യക്തിക്ക് നല്ല ജോലി കിട്ടി, നിങ്ങളെ നേടിയിട്ട് വരാൻ വേണ്ടിയിട്ട്, വിവാഹം കഴിച്ച് വരാൻ വേണ്ടി വരുന്ന വരവാണ്. അത്രയും സക്സസ് നേടിയിട്ട് ആ വ്യക്തി കഴിഞ്ഞുപോയ ആ വേദന ഓർക്കുക. ആ വ്യക്തി എന്തൊക്കെ സംഭവിച്ചു പോയത്, ഈ സംഭവിച്ച എന്താണെന്നല്ല ആ വ്യക്തിക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പം ആ വ്യക്തിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇതെല്ലാം എങ്ങനെ സംഭവിച്ചത് ആ വ്യക്തിക്ക് തന്നെ അറിയുന്നില്ല. സൺ കാർഡാണ്. സൺ കാർഡ് അത്രയും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി നിങ്ങളുടെ കാലമാണ്, നിങ്ങളുടെ ലൈറ്റാണ്, നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ലൈറ്റാണ് ലൈഫിൽ വരാൻ പോകുന്നത്. ഹാപ്പിയാണ്, ഹാപ്പി ഫാമിലി, എല്ലാവിധ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞൊരു ലൈഫാണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട്. നിങ്ങൾ സോൾ ടു സോൾ ബന്ധമാണ്. നിങ്ങൾ അത്രയും സന്തോഷത്തോടെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. സൺ കാർഡ് കിട്ടിയ പിന്നെ ഇനി ആ കാർഡ് എടുക്കണില്ല. നമുക്കിന്ന് ഏത് ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് നോക്കാം. സൺ കാർഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സൂര്യദേവനെ തന്നെ 2 പ്രാവശ്യം കിട്ടി. അപ്പം അത്രയും സക്സസ്സിലേക്കാണ് പോകുന്നത്. ഹാപ്പി ഹാപ്പി ഹാപ്പി. ഇനി നിങ്ങൾക്ക് ലൈഫിൽ ഒരു തടസ്സങ്ങളും ഇല്ലാത്ത ഹാപ്പി ഹാപ്പി ഹാപ്പിയിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് ഉറപ്പിക്കുക. 2 സൺ കാർഡ് കിട്ടി കേട്ടോ. എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കിയാലോ. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അടിത്തട്ടിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? മിന്നിമറയുന്ന ചിന്തകളിൽ ആ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? യു ആർ മൈ സോൾമേറ്റ്. നീ എൻ്റെ സോൾമേറ്റ് ആണ്. ഞാൻ മനസ്സിലാക്കുന്നു നീ എൻ്റെ സോൾമേറ്റ് ആണ്. ഫൈൻഡിങ് ഔട്ട് ദി ട്രൂത്ത് ക്രഷ്ഡ് മീ. സത്യം കണ്ടെത്തിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്തോ ഒരു സത്യം കണ്ടെത്തിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി നമ്മൾക്കിടയിൽ നിന്ന്. ഐ നോ ഐ മിസ്ഡ് അപ്പ് എവരിത്തിങ്. എല്ലാം ഞാൻ നശിപ്പിച്ചു എന്ന് എനിക്കറിയാം. എന്തോ ആ വ്യക്തിയുടെ തെറ്റുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതും നശിപ്പിച്ചതും. നമ്മളെ വിലപിടിപ്പുള്ള സമയവും എല്ലാം ഞാൻ നശിപ്പിച്ചു എന്ന് എനിക്കറിയാം. I am starting to understand your connection. നമ്മൾ തുടങ്ങിവെച്ച ബന്ധത്തിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നു. എന്താ തുടങ്ങിവെച്ച ബന്ധത്തിൻ്റെ അർത്ഥം? യു ആർ മൈ സോൾമേറ്റ്. നമ്മൾ സോൾമേറ്റ് ആണ്. നമ്മൾ നിസ്സാരക്കാരല്ല. നമ്മൾ തുടങ്ങിവെച്ച ബന്ധത്തിൻ്റെ അർത്ഥം എന്താണ്? യു ആർ മൈ സോൾമേറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതൊക്കെയാണ് ആ വ്യക്തിയെ ഈ രാത്രി ആ വ്യക്തിയുടെ മനസ്സിൽ മിന്നിമറയുന്ന ചിന്തകൾ. ഡിസംബർ കോട്ടയം, പുണർദം ഫെബ്രുവരി ട്രാവൽ ബിസിനസ്, ചെന്നൈ ആക്ടർ, ജൂൺ മകീര്യം, ജർമ്മനി പോലീസ്, എഫ് ചോതി, പൂയം മാർച്ച്, ജനുവരി ആയില്യം, അനിഴം ആർ, ഭരണി ഏപ്രിൽ, ഗൾഫ് ചതയം, സ്ലിം ബോഡി ലോങ് ഹെയർ, ഉത്രട്ടാതി ട്വിൻ ഫ്ലൈം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. താങ്ക് യു.